ഭാഗ്യം ഇല്ല മറ്റെങ്ങും നിശ്ചയമാ തീരാത്ത സന്തോഷം ക്രിസ്തുവിനുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ തീരാത്ത സന്തോഷം ക്രിസ്തുവിനുണ്ടെന്നാൽ തോരാത്ത കണ്ണീരെ മണ്ണിലുള്ളൂ ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ തന്നുയിർ തന്ന ജീവനാഥൻ എന്നഭയം എന്നാൾ മുഴുവൻ ഒന്നിനും തന്നിടമെന്നിയ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ ഒന്നിനും തന്നിടമെന്നിയ വേറെങ്ങും ഓടേണ്ട താങ്ങുവാൻ താൻ മതിയാ ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസം എന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ കാൽവറി നാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളതൊന്നില്ല കാൽവറി നാഥൻ എൻ രക്ഷകൻ കല്ലറയ്ക്കുള്ളതൊന്നില്ല മൃത്യുവെ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താവായി വാഴുന്നവൻ മൃത്യുവെ വെന്നവൻ അത്യുന്നതൻ വിണ്ണിൽ കർത്താവായി വാഴുന്നവൻ ആശ്രയം യേശുവിൽ എന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഇല്ലെങ്കിലും വളരെ മനോഹരമായി ഫാമിലി സോങ് അവതരിപ്പിച്ച തിംസോറിനെ കുടുംബമായി ദൈവം അനുഗ്രഹിക്കട്ടെ. അവരുടെ ഫാമിലിയിൽ പുതുതായി ദൈവം ഒരംഗം കൂടെ വരാൻ പോവുകയാണ്. ദൈവം സരളമായി സഹായിക്കട്ടെ. അടുത്തതായി കഴിഞ്ഞ പ്രാവശ്യത്തെ റിപ്പോർട്ട് വായിക്കാനായി സെക്രട്ടറി ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. 15-12-2024 PIP റിപ്പോർട്ട്. ദൈവത്തിന് സ്തോത്രം. ബ്രദർ ഡെഫിൻ ഡേവിസ് അധ്യക്ഷനായി തിരഞ്ഞെടുത്ത മീറ്റിങ്ങിൽ ബ്രദർ ജോസഫിൻ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിച്ച് മീറ്റിംഗ് ആരംഭിച്ചു. തുടർന്ന് ക്രിസ് സാബുവിൻ്റെ മനോഹരമായൊരു ഗാനം ആലപിച്ചതിന് ശേഷം സെക്രട്ടറി കഴിഞ്ഞ മീറ്റിങ്ങിൻ്റെ റിപ്പോർട്ട് അവതരിപ്പിക്കുകയും ചെയ്തു. തുടർന്ന് ഫാമിലി സോങ് ബ്രദർ ജോർജ് ആൻഡ് ഫാമിലി മനോഹരമായി പാടിയ ശേഷം ലേഖന മനപ്പാടം റോമർ 12 സിസ്റ്റർ ആനി ഡേവിസ് മനപ്പാടം പറഞ്ഞ ശേഷം അബ്രഹാം മെറുവിൻ ഒരു മനോഹരമായ ഗാനം പാടുകയും ചെയ്തു. തുടർന്ന് സിസ്റ്റർ സൗമ്യ നടത്തിയ സ്പെഷ്യൽ പ്രോഗ്രാമിൽ ബ്രദർ ഷെറിൻ 1ാം സ്ഥാനം നേടുകയും ചെയ്തു.
തുടർന്ന് എഫ്രൈം പുസ്തക്രമം മനഃപ്പാഠം പറയുകയും ഇന്നത്തെ ചിന്താവിഷയം മനോഭാവം എന്ന വിഷയത്തെ ആസ്പദമാക്കി സിസ്റ്റർ മർഫി ജോയ്സൺ അവതരിപ്പിക്കുകയും തുടർന്ന് ഒരു ആക്ഷൻ സോങ് എലൈസൻ ആൻ മരിയ എന്നിവർ മനോഹരമായി ചേർന്ന് അവതരിപ്പിച്ച ശേഷം പുതിയ ഗാനം ബ്രദർ ജിനമോൻ ആലപിക്കുകയും തുടർന്ന് സിസ്റ്റർ ഏഞ്ചൽ ആന്റണി ഒരു കഥ അവതരിപ്പിച്ചതിന് ശേഷം അധ്യക്ഷൻ ആശംസയായി സന്ദേശം നൽകുകയും പങ്കെടുത്ത എല്ലാവർക്കും പ്രോത്സാഹനം നൽകിയതിന് ശേഷം പാസ്റ്റർ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിച്ചു എന്ന് PVPക്ക് വേണ്ടി സെക്രട്ടറി ബെസിലി തോമസ്. അടുത്ത പ്രോഗ്രാം ഒരു പാട്ടാണ്. സിസ്റ്റർ ഏഞ്ചൽ ആന്റണിയെ ക്ഷണിക്കുന്നു. Greetings to all in the matchless name of Jesus Christ, respected pastors, respected PYP coordinators and host and my brothers, sisters and everyone. Today's song, I want to praise God for giving me the opportunity to translate a Malayalam hymn into English song. സംഗീതകാരൻ 119 പറയുന്നു, പ്രഭുക്കന്മാർ വെറുതെ എന്നെ ഉപദ്രവിക്കുന്നു എങ്കിലും നിന്റെ വചനം നിമിത്തം എൻ്റെ ഹൃദയം പേടിക്കുന്നു. വലിയ കൊള്ള കണ്ട് കിട്ടിയവനെ പോലെ ഞാൻ നിന്റെ വചനത്തിൽ ആനന്ദിക്കുന്നു. നമുക്കെല്ലാവർക്കും ഈ പാട്ട് പാടാം. പ്രൈസ് ലോർഡ്. All the obstacles shall melt like snow, good tidings shall follow. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. If we stand faithfully, if we stand enduringly, we shall not be ashamed. Oh, ലജ്ജിച്ചു പോകയില്ല. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. When I'm all alone, I'll remember Lord saying, I'm there with you. ആരുമില്ലാതേകനാകുമ്പോൾ കൂടെയുണ്ടെന്നരുളിയവൻ, എന്നെ നടത്തുന്നവൻ, എന്നുമെന്നും കൂടെയുള്ളവൻ. He is the one who leadeth me with his presence forever and more. All the obstacles shall melt like snow, good tidings shall follow. എല്ലാ പ്രതികൂലങ്ങളും മാറും, ശുഭദിനമാഗതമാകും. തളരാതെ നിന്നാൽ, പതറാതെ നിന്നാൽ ലജ്ജിച്ചു പോകയില്ല. നാം ലജ്ജിച്ചു പോകയില്ല. If we stand faithfully, if we stand enduringly, we shall not be ashamed. Oh, we shall not be ashamed. Praise the Lord. നല്ലൊരു കൈയടി കൊടുക്കാം. നമുക്ക് വളരെ സുപരിചിതമായ ഗാനം, അതിൻ്റെ മലയാളവും ഇംഗ്ലീഷും ഒരുമിച്ച് പാടുവാൻ ദൈവം സഹായിച്ചല്ലോ. ദൈവം സഹായിക്കട്ടെ. അടുത്തതായി ഒരു ലഘു സന്ദേശം കേൾക്കാം. ബ്രദർ സഞ്ജു വർഗീസിനെ ക്ഷണിക്കും. ദൈവത്തിന് മഹത്വം. നമ്മൾ വചനം പഠിക്കുമ്പോൾ യേശു കർത്താവ് നമ്മളോട് പലപ്പോഴും ഉപമകളോട് പഠിപ്പിക്കാനാണ് നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. ശിഷ്യന്മാരോട് പലപ്പോഴും പല പല ഉപമകളിൽ കൂടി സംസാരിക്കുകയാണ്. കാരണം ദൈവത്തിൻ്റെ പല കാര്യങ്ങളും നമ്മളോട് ഷെയർ ചെയ്യാൻ ദൈവത്തിൻ്റെ ജ്ഞാനം ഉപയോഗിച്ച് ദൈവത്തിന് പറ്റും, പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പോൾ ദൈവം ഈ മൃഗങ്ങൾ ഉണ്ടാക്കിയതിൽ 3 മൃഗങ്ങളെ പ്രധാനമായി നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടി സൃഷ്ടിച്ചിട്ടുണ്ട്. അങ്ങനെ 3 ജീവികളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഒന്നാമതായിട്ട് ആട്, 2 സിംഹം, 3 കഴുകൻ. ഒന്നാമതായിട്ട് ആടിനെ പറയുമ്പോൾ യെശയ്യാവ് 53:7 പറയുന്നു, കൊല്ലുവാൻ കൊണ്ടുവന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പാകെ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലും അവൻ വായ തുറക്കാതിരുന്നു. ശരിക്കും ഇവിടെ യേശുവിനെ കുറിച്ച് ഒരു ആട് രൂപേണയാണ് പറയുന്നത്. കാരണം യേശു നിഷ്കളങ്കമായി ഒരു തെറ്റും ചെയ്യാത്ത പരിശുദ്ധനായ കുഞ്ഞാടായിരുന്നു. മത്തായി 25:33 പറയുന്നു, ചെമ്മരിയാടുകൾ തൻ്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും. എന്നിട്ട് ആ ആടുകളുടെ ക്വാളിറ്റി പറയാണ്, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിപ്പാൻ തന്നു, ദാഹിച്ചു, നിങ്ങൾ കുടിപ്പാൻ തന്നു, ഞാൻ അതിഥിയായിരുന്നു, നിങ്ങൾ എന്നെ ചേർത്ത് കൊണ്ടു, നഗ്നനായിരുന്നു, നിങ്ങൾ എന്നെ ഉടുപ്പിച്ചു, രോഗിയായിരുന്നു, നിങ്ങൾ എന്നെ കാണുവാൻ വന്നു, തടവിലായിരുന്നു, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു. ഇതൊക്കെ
ഒരു ആടിൻ്റെ നിഷ്കളങ്ക സ്വഭാവം, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനുഷ്യരോട് ഉള്ള ബന്ധത്തിൽ ചെയ്യേണ്ട ഒരു കാര്യങ്ങളാണ്. ഇത് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു ആടിൻ്റെ സ്വഭാവമാണ്. അപ്പോൾ മനുഷ്യനോടുള്ള ബന്ധത്തിൽ പത്രോസിനോട് ദൈവം പറയുന്നുണ്ട് 70 വട്ടം നീ അവരോട് ക്ഷമിക്കണം എന്നുള്ളത്. അതാണ് ആടിനെ കുറിച്ച് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് സിംഹത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ദൈവജനത്തിൽ ദാവീദ് ഗോത്രത്തിൽ സിംഹം എന്ന യേശുവിനെ കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇത് ആത്മീയ ലോകത്തിലാണ് നമ്മളെ സിംഹത്തിനോട് നമ്മൾ ഉപമിക്കേണ്ടത്. ആത്മീയ ലോകത്തിൽ നമ്മൾ പറയുന്നുണ്ട് പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധവർഗം ധരിച്ചുകൊള്ളുവിൻ. അപ്പോൾ ഇവിടെ ഒരു ആടിൻ്റെ സ്വഭാവമല്ല ദൈവം നമ്മളിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. ആത്മീയ ലോകത്ത് ഒരു ക്രിസ്ത്യാനി എപ്പോഴും പിശാചിനോട് എതിർത്ത് നിൽക്കണം, ഒരു യുദ്ധത്തിൻ്റെ സ്വഭാവമാണ് കാണിക്കുന്നത്. അത് സിംഹത്തിൽ നിന്നാണ് നമ്മൾ പഠിക്കേണ്ടത്. അത് പിന്നെ പറയുന്നുണ്ട്, പാപത്തോട് പോരാടുന്നതിൽ നിങ്ങൾ പ്രാണത്യാഗത്തോളം എതിർത്ത് നിന്നിട്ടില്ല. പിന്നെ ഇന്ന് നമ്മൾ കേട്ട വചനം പോലെ പിശാചിനോട് എതിർത്ത് നിൽപ്പിനെങ്കിൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് പോലെ ഉൽപ്പത്തിയിൽ പറയുന്നുണ്ട്, കൈനെ പാപം നിൻ്റെ വാതിൽക്കിൽ കിടക്കുന്നു, നീ അതിനെ ജയിക്കണം. സോ ഇവിടെയൊക്കെ നമുക്കൊരു സിംഹഹൃദയമാണ് വേണ്ടത്. അതായത് ഭയപ്പെടാണ്ട് ഉറച്ചു നിന്ന് എതിരിടാനുള്ള സിംഹത്തിൻ്റെ സ്വഭാവം ഒരു ക്രിസ്ത്യാനിക്ക് ആത്മീയ ലോകത്ത് വേണം. ഇനി മൂന്നാമതായിട്ട് പറയുമ്പോൾ വരുന്നത് കഴുകനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷേ 1-2 കാര്യങ്ങൾ മാത്രം പറയാം. കഴുകൻ ആത്മീയ ലോകത്തും ഭൗതിക ലോകത്തും നമ്മളെ ഒരുപാട് കാര്യം പഠിപ്പിക്കുന്നുണ്ട്. അതിൽ മെയിനായിട്ട് പറയുന്നത് കാഴ്ചപ്പാടാണ്. നമ്മുടെ ജീവിതത്തിനെ കുറിച്ച് വലിയൊരു കാഴ്ചപ്പാട് നമുക്കുണ്ടാവണം. ചത്ത മീനിനെ പോലെ ഒഴുകി പോകരുത്. നമ്മൾ പലപ്പോഴും പാസ്റ്റർമാർ പറഞ്ഞു തരുന്നുണ്ട്, ജീവനുള്ള മീനിനെ പോലെ അതിന് എതിർത്ത് നിന്നിട്ട് നമ്മൾ ജീവനുള്ളതായിട്ട് പോകണം. അപ്പോൾ ഒരു കഴുകനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കോഴീനെ പോലെയല്ല. കോഴീനെ പോലെ ചിക്കിച്ചാന്ന് ജീവൻ മൊത്തം തീർക്കരുത്. മോളിൽ കൂടി പറന്നുയർന്ന് ഒരു സ്ഥലം മുതൽ ഒരു സ്ഥലം വരെ ടാർഗറ്റ് ചെയ്ത് പോകാനുള്ള ഒരു മനോബലം കഴുകനുണ്ട്. പക്ഷെ അതിനായിട്ടുപരി എന്തുകൊണ്ടാണ് കഴുകനെ എല്ലാത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? മറ്റുള്ള ജീവികൾക്ക് പറക്കാൻ ഒരു പരിധിയുണ്ട്. പക്ഷെ അതിന് മുകളിൽ പറക്കണമെങ്കിൽ ശക്തി വേണം, ചിറകിന് ശക്തി വേണം. മാത്രമല്ല വായു കുറവാണ്, ഒരുപാട് ശക്തിയും വേദനയും. അതായത് ചിറകിന് ഒരു ആൾ സൈക്കിൾ ചവിട്ടുമ്പോൾ നേരെ ചവിട്ടുമ്പോൾ എല്ലാവർക്കും പറ്റും, പക്ഷേ കയറ്റങ്ങളിലേക്ക് എത്തുമ്പോൾ കാലിന് ഒരുപാട് വേദന എടുക്കും. ഈ അനുഭവമാണ് കഴുകൻ്റെ ചിറകിന് വരുന്നത്. ഉയരങ്ങളിലേക്ക് പോകുമ്പോൾ ഭയങ്കര പെയിൻ വരും. അവിടേക്ക് അതിനപ്പുറത്ത് പറക്കാൻ സാധാ പക്ഷികൾക്ക് പറ്റില്ല. അപ്പോൾ നമ്മുടെ യെശയ്യാവിൽ ദൈവം പറയുന്നുണ്ട്, അവൻ ക്ഷീണിച്ചിരിക്കുന്നു, ദൈവത്തെക്കുറിച്ച് പറയാണ്, അവൻ ക്ഷീണിച്ചിരിക്കുന്നു, ശക്തി നൽകുന്നു, ബലമില്ലാത്തതിന് ബലം വർദ്ധിപ്പിക്കുന്നു. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യവനക്കാരും ഇടറി വീഴും. എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ച് കയറും. അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യും. നമ്മുടെ മരുഭൂമി യാത്രയിൽ ഇസ്രായേൽ മക്കൾ എല്ലാം സന്തോഷത്തോടെ എത്തി കടന്നു. പക്ഷേ മുന്നോട്ടുള്ള യാത്രയിൽ അവർ തളർന്നുപോയി, ശരിക്കും അവർ തളർന്നുപോയി. അതുകൊണ്ടാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അവർ തളർന്നു പോകാതെ ഓടുകയും ക്ഷീണിച്ചു പോകാതെ നടക്കുകയും ചെയ്യുന്നത്. ഈ നമ്മുടെ ക്രിസ്ത്യാനിയായിട്ടൊരു ജീവിക്കുമ്പോൾ ആദ്യത്തെ ജീവിതം വളരെ എളുപ്പമായെന്ന് തോന്നും. പക്ഷേ മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ തളരും, ഉറപ്പായിട്ടും നമ്മൾ ക്ഷീണിക്കും. പക്ഷേ ആ ഭാഗങ്ങളിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് യഹോവയെ കാത്തിരിക്കണം. എങ്കിൽ മാത്രമേ ശക്തിയെ പുതുക്കാൻ കഴിയുള്ളൂ, ചിറകടിച്ച് ഉയരാൻ സാധിക്കുള്ളൂ. ഇവിടെ നമുക്ക് വില കൊടുക്കണം. യഹോവയെ കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ പ്രാർത്ഥിക്കാനും വചനം വായിക്കാനും സമയം എടുക്കണം. അല്ലാണ്ട് നമുക്ക് ഒരിക്കലും നമ്മുടെ വാഗ്ദത്തങ്ങളിലേക്ക് എത്തിപ്പിടിക്കാനോ ഉയരാനോ നമുക്ക് സാധിക്കില്ല. അപ്പോൾ ഒരു കഴുകനെ സംബന്ധിച്ച് ദൈവം നമ്മളിലോട് പറയാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യമാണത്. ഏറ്റവും ഒരു കാഴ്ചപ്പാടുള്ളവരായി ജീവിക്കുക, പിന്നെ വാഗ്ദത്തങ്ങളിലേക്ക് ഉയർന്നു കയറാൻ നമ്മൾ വില കൊടുക്കുക. അപ്പോൾ ഒരു ക്രിസ്ത്യാനി എന്ന നിലയ്ക്ക് ഒരാടിനെ പോലെ നിഷ്കളങ്കനായിരിക്കാനും സിംഹത്തെ പോലെ ധൈര്യമുള്ളവനായിരിക്കാനും കഴുകനെ പോലെ ചിറകടിച്ചുയരാനും ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ഒരു ദൈവവൈതൽ ആത്മീയ ജീവിതത്തിലും ഭൗതിക ജീവിതത്തിലും എപ്രകാരമായിരിക്കണമെന്ന് ഉപമകളിലൂടെ സംസാരിപ്പാൻ പ്രിയ സഞ്ജുവിനെ ദൈവം സഹായിച്ചു. തുടർന്നും ദൈവം സഹായിക്കട്ടെ. അടുത്തതായിട്ട് ഒരു സ്പെഷ്യൽ പ്രോഗ്രാം സിസ്റ്റർ അദീന ജോസഫിനെ ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അധ്യക്ഷനും പ്രിയ കർത്തദാസനും ശേഷം കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. പ്രോഗ്രാം 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചെയ്തത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. ഒരു വസ്തു കാണിച്ചു തന്നാൽ ആ വസ്തു നമ്മുടെ ബൈബിളിലുള്ള വാക്യം കണ്ടെത്തി വായിക്കുക. ബൈബിൾ തുറന്ന് വായിക്കുക കേട്ടോ. ഈ വാക്യം നിങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ ഈ സമ്മാനം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. എല്ലാവരും ഉത്സാഹിച്ച് വായിക്കാൻ ശ്രമിക്കുക. വാക്യം റെഫറൻസ് പറയും. പുറപ്പാട് 12:8 ചീര. അടുത്ത വസ്തു എന്തിനാന്ന് മനസ്സിലായില്ലേ?
വേഗം വായിച്ചോ. ക്ലൂ തരണ്ട. പുസ്തകം പുറപ്പാട്. നോക്ക്, എല്ലാവരും ഉത്സാഹിക്ക്. അധ്യായം പറയടാ, അപ്പൊ ഭയങ്കര എളുപ്പാവില്ലേ? അധ്യായം 9. ഏതാ വാക്യം വായിച്ചേ? പുറപ്പാട് 9:32 കേട്ടോ. സമ്മാനം ബ്ലെസ്സിക്ക് തന്നെ മാസ്റ്റർ. അവസാനം എല്ലാം കൂടി തരാന്ന്. അടുത്ത വസ്തു മുട്ട. ഇനി ഇതിന് ക്ലൂ വേടാ. ലൂക്കോസ് 11. ഇതൊക്കെ സിമ്പിളാട്ടോ, എല്ലാവർക്കും കിട്ടാവുന്ന വാക്യ. ഞാനേച്ചി വായിച്ചു കേട്ടാ. ഒന്നുകൂടെ ഇറക്കം വായിച്ചാ ചേച്ചിയെ. ലൂക്കോസ് 11:12 കേട്ടാ. ആനേച്ചിക്കുള്ള സമ്മാനം. എല്ലാവരുടെയും സമ്മാനങ്ങൾ തെറ്റാണ്ട് വാങ്ങിച്ചു കൊണ്ടോളാട്ടോ. അടുത്തത് ചെറുപയർ. റെഫറൻസ് ഉള്ളത് യഹസ്കേല് 4. ഒന്ന് ബൈബിളെടുത്ത് വായിക്കണേ നിങ്ങള്. 4. ഇവിടെ വായിച്ചു. ലോവിസ് വായിച്ചു. ഇത് ലോവിസിനുള്ള സമ്മാനം കേട്ടാ. യഹസ്കേല് 4:9. അടുത്തത് ഇതെന്താ? പാത്രം. പുറപ്പാട് 16 അധ്യായത്തിലുണ്ട്. ആരാ പറഞ്ഞേ? ചേച്ചി ജിനി ചേച്ചിട്ടാ ഉത്തരം പറഞ്ഞത്. അവർക്ക് വായിച്ചോ വായിക്കാം. 16:33 ജിനി ചേച്ചിക്കുള്ള സമ്മാനം കേട്ടാ. അടുത്തത് അരിയല്ല, ഗോതമ്പ്. 1 കൊരിന്ത്യറിലുണ്ട്. 1 കൊരിന്ത്യർ 15 അധ്യായത്തില് വായിച്ചാ? അപ്പോൾ ജോയേട്ടനാട്ടോ അത് വായിച്ചത്. ഓർക്ക വായിക്കണട്ടാ, എന്നാലെങ്കിൽ കേൾക്കുള്ളേ. അവിടെ വായിച്ചു. ഇത് ജോയേട്ടനുള്ള സമ്മാനട്ടാ, ഗോതമ്പ്. അടുത്തത് പരിപ്പ്. നിങ്ങൾക്ക് കറി വയ്ക്കാനുള്ള എല്ലാ സാധനങ്ങളും അത്യാവശ്യത്തിന് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടോ. 2 ശമൂവേൽ 17 അധ്യായത്തില്. 2 ശമൂവേൽ 17 അധ്യായം. ശരിയാ. 2 ശമൂവേൽ 17:28 ആനേച്ചിക്കുള്ള 2ാമത്തെ സമ്മാനം. അടുത്ത സമ്മാനം എന്തിനാന്ന് മനസ്സിലായാ? ഭരണി. 2 രാജാക്കന്മാർ 4 അധ്യായത്തിനുണ്ട്. ഭരണി അത്യാവശ്യമുള്ളവർ വേഗം വായിച്ചോ. വിൻസി വായിച്ചോ വാക്യം വായിച്ചോ. ബിൻസിക്കിട്ടാ. 2 രാജാക്കന്മാർ 4:2. അടുത്തത് എണ്ണ. വേഗം പറഞ്ഞു, ഞാൻ കൊടുക്കും. ആദ്യം പറഞ്ഞത് ജെഫിനാട്ടാ. അത് സങ്കീർത്തനം 23:5 104:15 അങ്ങനെ കുറേ റെഫറൻസിലുണ്ട് കേട്ടോ. അടുത്ത വസ്തു മുറം. മത്തായിലുണ്ട്. മത്തായി 3 അധ്യായം. റെഫറൻസ് പറയട്ടാ, കാണാണ്ട് വാക്യം പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ പറഞ്ഞു, ഏഞ്ചല് പറഞ്ഞു കേട്ടാ. മത്തായി 3:12. അടുത്തത് മത്സ്യം. 1 രാജാക്കന്മാർ 4 1 രാജാക്കന്മാർ 4. മീനാ മത്സ്യം അതേലും. ശരിയാ. ബ്ലസ് വായിച്ചു കേട്ടാ. അടുത്ത വസ്തു ജീരകം. യെശയ്യാവ് 28 കേട്ടാ. ബ്ലസ് വായിച്ചു. ജീരകം യെശയ്യാവ് 28:25. അടുത്ത വസ്തു മത്തങ്ങ. സംഖ്യ 11 അധ്യായത്തിലുണ്ട് കേട്ടാ. സംഖ്യ 11. ലോവിസ് വായിച്ചുട്ടാ. 11:5 വാക്യം. കുക്കുംബർ അല്ലെങ്കിൽ വെള്ളരിക്ക.
യെശയ്യാവ് 1-ാം അധ്യായത്തിലുണ്ട്. വായിച്ചു. ഏഞ്ചൽ വായിച്ചു കേട്ടാ. യെശയ്യാവ് 1:8. അപ്പോൾ എൻ്റെ പ്രോഗ്രാം ഇന്ന് അവസാനിച്ചു. താങ്ക് യു. അടുത്തത് ബിൻസി വാ ഭരണി. എണ്ണ പറഞ്ഞത് ജെഫിൻ. മത്തങ്ങ പറഞ്ഞതാരാ? ലോവിസ്. എണ്ണ കൊടുത്തോ? എണ്ണ ഫാസ്റ്റ് കൊടുത്താൽ മതി. ചെറുപയറുണ്ട്. ചേച്ചിരെ പരിപ്പല്ലേ? പരിപ്പ്. ബ്ലെസ്സിവായോ? ചോളം. പിന്നെ എന്തുള്ള? ചീര കൊടുത്തു. പിന്നെ എന്തുള്ള? മീൻ എന്നാ ജീരകം. അടുത്തത് മുറമാരെ പറഞ്ഞേ? മീൻ വാ. ഈ പാത്രമാരെ പറഞ്ഞേ? കുക്കുംബർ ഉണ്ട് ഫാസ്റ്റർ. ഒരു മിനിറ്റ്. ഇതിലിട്ടോ. പാത്രം വായോ? പാത്രം. ഗോതമ്പ് ആരെ പറഞ്ഞേ? ഗോതമ്പ് ആരെ പറഞ്ഞേ? ജോയേട്ടെ. അപ്പം എല്ലാവരോടും നന്ദി. നല്ലൊരു കൈയടി കൊടുക്കാം അതിലേക്ക്. അല്പം ചിലവുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാം ചെയ്ത അതിനെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ. എന്തായാലും നമ്മുടെ ക്രൗഡൊന്ന് ആക്റ്റീവായി. അടുത്തതായിട്ട് ഒരു പാട്ട് കേൾക്കാം. ഫിയോണ പ്രവീൺ. Praise the Lord. We shall overcome. We shall overcome. We shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall live in peace, we shall live in peace, we shall live in peace someday. Oh, deep in my heart, I do believe we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. We shall not afraid, we shall not afraid, we shall not afraid someday. Oh, deep in my heart, I do believe we shall overcome someday. Oh, deep in my heart, I do believe we shall overcome someday. Thank you. നല്ലൊരു ഇംഗ്ലീഷ് സോങ് കേൾക്കുവാൻ സഹായിച്ചു. ദൈവം കുഞ്ഞിനെ സഹായിക്കട്ടെ. അടുത്തതായിട്ട് ജനറൽ ബൈബിൾ ക്വിസ് സിസ്റ്റർ ഏഞ്ചൽ ജോഷി ക്ഷണിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ബഹുമാന്യ അധ്യക്ഷനും പാസ്റ്ററിനും സഹഭാഗങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം. ഇത് എ ഗ്രൂപ്പ്, ഇത് ബി ഗ്രൂപ്പ്. സഹോദരന്മാരോട് മൺകുടം വിലയ്ക്ക് വാങ്ങിയ പ്രവാചകനാര്? ശരിയാണ്. സഹോദരിമാരോട് ചുവന്ന കുതിരപ്പുറത്ത് കയറിയിരിക്കുന്ന പുരുഷൻ ഏത് ചെടികളുടെ ഇടയിലാണ് നിന്നിരുന്നത്? ആരാ പറഞ്ഞു? ആൻസർ പറയാൻ മേരിട്ടേച്ച് കൊഴുന്ത്. സെക്കരിയാവ് 1:8. ഒരു സംഖ്യ, സഹോദരന്മാരോട് ഒരു സംഖ്യയോട് കൂടെ ആരംഭിക്കുന്ന പുസ്തകം. ഒരു സംഖ്യയോട് കൂടി ആരംഭിക്കുന്ന പുസ്തകം. അല്ലടാ, അറിയോ? പാസ് ചെയ്യട്ടെ സഹോദരിമാരോട്. അല്ല, യഹസ്കേൽ. ലോയിസ് ചേച്ചി യഹസ്കേൽ 1:1 അപ്പം ഇനി സഹോദരന്മാരോട് ചോദിക്കട്ടെ. സഹോദരന്മാരോട് ക്രോധം ശമിച്ച ശേഷം സ്വന്തം ഭാര്യയെ ഓർത്ത രാജാവ്. ബ്ലെസ് ചേച്ചി പറഞ്ഞു. ഹെശ്വരോഷ്.
സഹോദരന്മാരോട് ഉപവാസത്താൽ അവസാനിക്കുന്ന ഒരു പുസ്തകം. ഉപവാസത്താൽ അവസാനിക്കുന്ന ഒരു പുസ്തകം ബൈബിളിലത്തെ അല്ല. പാസ് ചെയ്യട്ടെ സഹോദരിമാരോട്? അല്ല അല്ല അല്ല. അല്ല അല്ല. ശമുവേൽ അല്ല. ഏത് ശമുവേല? ഒന്നാണോ? ഒന്ന് ശമുവേൽ. ആരാ പറഞ്ഞ? ആനേച്ചി. സഹോദരിമാരോട് അധരം കൊണ്ട് വേഷം ധരിക്കുന്നതാര്? അധരം കൊണ്ട് വേഷം ധരിക്കുന്നതാര്? പാസ് ചെയ്യട്ടെ? കിട്ടോ? അധരം കൊണ്ട് വേഷം ധരിക്കുന്നതാര്? അല്ല അല്ല അല്ല. ഇതൊരു പേരല്ല. ഇതാണ്. അല്ല. കിട്ടില്ലെങ്കിൽ ഉത്തരം പറയട്ടെ. പകയ്ക്കുന്നവൻ. സദൃശ്യവാക്യം 26-24. ഇനി ആരോടാ? സഹോദരന്മാരോട് ദൈവം മനുഷ്യരുടെ ഹൃദയത്തിൽ വെച്ചിരിക്കുന്നത് എന്താണ്? നിത്യത. തിമിത്തേട്ടൻ. സഹോദരിമാരോട് പൂർവ്വ ദിവസങ്ങളെ ഓർക്കുക, മുൻ തലമുറകളുടെ സംവത്സരങ്ങളെ ചിന്തിക്കുക. ആരുടെ ഗാനത്തിൻ്റെ വരികളാണ്? അല്ല. ഇതൊരു ആളുടെ ഗാനത്തിൻ്റെ വരികളാണ്. നമ്മുടെ ബൈബിൾ അധ്യായങ്ങളല്ല. അല്ല 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 അല്ല. ദാവീദല്ല. പാസ് സഹോദരന്മാരോട്. അല്ല 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 അല്ല. ആൻസർ പറയട്ടെ. മോശയുടെ. ആരെങ്കിലും പറഞ്ഞിരുന്നോ? ആരും പറഞ്ഞില്ല. സഹോദരിമാരോട് കിളിവാതിലിൽ കൂടി അരമനയിൽ പ്രവേശിച്ചത് എന്ത്? കിളിവാതിലിൽ കൂടി അരമനയിൽ പ്രവേശിച്ചത് എന്ത്? നിങ്ങളോടല്ല, ഉണ്ടാതിരിക്കുക. അല്ല. ഒന്നുകൂടി ചോദിക്കണോ? കിളിവാതിലിൽ കൂടി അരമനയിൽ പ്രവേശിച്ചത് എന്ത്? നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ടതാണ്. മരണം. യിരെമ്യാവ് 9:21. ഇനി ചോദിക്കണം. ഇത്ര നേരം സഹകരിച്ച എല്ലാവരോടും നന്ദി. ബൈബിൾ ക്വിസിൽ തിംതി സഹോദരനാണ് 2 പോയിൻ്റോട് കൂടിയിട്ട് 1ാം സമ്മാനം നേടിയിട്ടുള്ളത്. ബൈബിൾ ക്വിസ് നടത്തിയ ഏഞ്ചലിനെ ദൈവം സഹായിക്കട്ടെ. അടുത്തതായിട്ട് ഒരു സങ്കീർത്തന മനപ്പാഠം കേൾക്കാം. സിയോണ പ്രവീൺ. അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തൻ്റെ നിഴലിൻ കീഴെ പാർക്കുകയും ചെയ്തു. യഹോവയ്ക്കൊത്ത സംഗീത കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവമെന്ന് പറഞ്ഞു. അവൻ വേട്ടക്കാരൻ്റെ കീഴിൽ നിന്ന് നാശകരമായ മഹാമാരിയിൽ നിന്ന് വിടുവിക്കും. തൻ്റെ തുവാൽ കൊണ്ട് അവനെ മറയ്ക്കും. ചെറും കീഴിൽ ശരണം പ്രാപിക്കും. അവൻ്റെ വിശ്വസ്തത പരിചയം പരകുകയുമാകുന്നു. രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന നഷ്ടത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമായ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെ അവൻ പേടിപ്പായില്ല. നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലതുവശത്ത് 10,000 പേരും വീഴുമെങ്കിൽ അത് നിൻ്റെ അടുത്ത് വരികയില്ല. നീ നിൻ്റെ കണ്ണുകൊണ്ട് നോക്കൂ, ദുഷ്ടന്മാർക്ക് വരുന്ന പ്രതിഫലം കാണും. യഹോവ നിൻ്റെ സങ്കേതമൊക്കെ, നീ അത്യുന്നതൻ്റെ വാസസ്ഥലം കേൾക്കിയിരിക്കുന്നു. നിന്നെ ഓർത്ത് നമുക്ക് പോക്കിയാൽ ഒരു ബാധയും നിൻ്റെ കൂടാരത്തിൽ അടിക്കുകയില്ല. നിൻ്റെ എല്ലാ വഴികളിലും നിന്നെ കാക്കേണ്ടതിന് അവൻ നിന്നെ കുറച്ച് ദൂതന്മാരോട് കൽപ്പിക്കും. നിൻ്റെ കാൽ കല്ലിൽ തട്ടിപ്പോകാണ്ടിരിക്കേണ്ടത് അവൻ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിൽ മേലും അണലിലും ചോട്ടും ബാൽ സിംഹത്തിൻ്റെ പെരുവാമ നീനെ മെതിച്ചുകളയും. അവനെൻ്റെ പറ്റിക്കാൻ ഞാൻ അവനെ വിടുവിക്കും. അവൻ നിൻ്റെ അമ്മത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. അവനെന്നെ വിളിച്ചപേക്ഷിക്കാൻ ഞാൻ ഉത്തരം അവനോട്. കഷ്ടകാലത്ത് ഞാൻ അവനോട് കൂടിയിരിക്കുക. അവൻ എന്നെ വിടിവിച്ച് മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തിയായതിൻ്റെ അക്ഷരം ഞാൻ കാണിച്ചു കൊടുക്കും. താങ്ക് യു. സങ്കീർത്തന മനപ്പാഠം പറഞ്ഞ കുഞ്ഞിനെ ദൈവം ധാരാളമായി സഹായിക്കട്ടെ.
അടുത്തതായിട്ടൊരു പാട്ട് കേൾക്കാം, എഫ്രൈം ജെയ്മി.
ട്രാക്ക് ഇട്ട് ആലപിക്കുവാനായി ദൈവം കുഞ്ഞിനെ സഹായിച്ചു. നല്ലൊരു കൈയടി കൊടുക്കാം. അടുത്ത പ്രോഗ്രാം ബൈബിൾ റെഫറൻസ് ആണ്. സ്പെഷ്യൽ ബൈബിൾ റെഫറൻസ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അത് നടത്താനായിട്ട് ജെഫിനെ ക്ഷണിച്ചോളൂ. എല്ലാ ദൈവമക്കളിനെയും സ്പെഷ്യൽ ബൈബിൾ റെഫറൻസ് പ്രോഗ്രാമിലേക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മൾ സാധാരണ ബൈബിൾ റെഫറൻസ് ചെയ്യുന്നത് ഇവിടെ നമ്മൾ അധ്യായം പറയും, നമ്മൾ ബൈബിളിൽ നിന്ന് വാക്യെടുത്ത് വായിക്കും. ഇത് അതേ മോഡൽ തന്നെ. പക്ഷെ ഞാൻ അധ്യായം ഏതാണെന്ന് പറയത്തില്ല, അത് നിങ്ങൾ കണ്ടുപിടിക്കണം. അത് നമ്മളൊരു ഗെയിം മോഡലിലാണ് അത് ചെയ്യണേ. നമ്മളെല്ലാവരും ഈ ഗെയിം നമ്പർ പസിൽസ് കളിച്ചിട്ടുണ്ടാവും. എല്ലാവരും ചെറുപ്പം മുതൽ ഇപ്പോൾ വരെയെല്ലാം നമ്പർ പസിൽസ് കളിച്ചിട്ടുണ്ടാവും. അതുപോലെ ഒരു നമ്പർ പസിൽസ് ഞാൻ തരും. അതിനുള്ളിൽ നിന്ന് നിങ്ങൾ ചാപ്റ്റർ ഏതാണോ അത് കണ്ടുപിടിക്കണം, വേഴ്സ് ഏതാണോ അതും കണ്ടുപിടിക്കണം. എന്നിട്ട് ആദ്യം കൈ ഉയർത്തിയതിന് ശേഷമേ വാക്യം വായിക്കാൻ പാടില്ല. ഏതാ വാക്യം ആ റെഫറൻസ് മൊത്തം പറഞ്ഞിട്ടേ വാക്യം വായിക്കാൻ പാടുള്ളൂ. കൈ ഉയർത്തണം, ഇരുന്ന് വായിച്ചു കഴിഞ്ഞാൽ മാർക്ക് കിട്ടില്ല. അപ്പോൾ എക്സാമ്പിൾ എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതാണ് ചാപ്റ്റർ മേളിൽ കൊടുത്തിട്ടുണ്ടാവും, ജെനസിസ്. ഇപ്പോൾ ഉൽപ്പത്തിയിൽ നിന്നാണ് ഈ ചോദ്യം വരുന്നത്. ഫസ്റ്റത്തെ ബോക്സിൽ വന്നിട്ട് കുറേ നമ്പേഴ്സ് നിങ്ങൾ കണ്ട്. ഇതിൽ റിപ്പീറ്റഡ് നമ്പേഴ്സ് 2 പ്രാവശ്യത്തിന് മുകളിൽ, ചിലപ്പോൾ 2 ആവാം, ചിലപ്പോൾ 3 ആവാം, ചിലപ്പോൾ 4 ആവാം. ഏറ്റവും കൂടുതൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന നമ്പർ ആയിരിക്കും ആ ചാപ്റ്റർ. താഴത്തെ ബോക്സ് വന്നിട്ട് വേഴ്സ് ആയിരിക്കും. നമ്മുടെ ഏത് അധ്യായം കഴിഞ്ഞിട്ട് ഏത് വാക്യമാണോ വാക്യമാണ് രണ്ടാമത്തെ ബോക്സിൽ. അതുപോലെ തന്നെ എത്ര വട്ടം കൂടുതലായി റിപ്പീറ്റഡ് ആയിട്ട് വന്ന നമ്പർ ആയിരിക്കും അതിൻ്റെ വേഴ്സ്. ഇതിൽ ഇപ്പോൾ ഫസ്റ്റത്തെ എക്സാമ്പിളിൽ ജെനസിസിൽ ആദ്യത്തെ ബോക്സിൽ 3 വട്ടം റിപ്പീറ്റഡ് ആയിട്ട് വന്ന നമ്പറാണ് 1, രണ്ടാമത്തേൽ 8. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ജെനസിസ് 1:8. ഓക്കെ, അപ്പോൾ നമുക്ക് ഗെയിമിലേക്ക് കിടക്കാം. 1 മിനിറ്റ് സമയമുള്ളൂ. കൃത്യം 1 സമയത്തിനുള്ളിൽ ക്വസ്റ്റ്യൻ ക്യാൻസലാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ് വാങ്ങിക്കുന്ന ആൾക്കാരായിരിക്കും വിജയ്. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം നമുക്ക്. ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ 1 മിനിറ്റുള്ള സമയം. ഇത് വന്നിട്ട് സങ്കീർത്തനത്തിൽ നിന്നാണ്. വെറുതെ പറഞ്ഞ കാര്യമില്ല, കൈ പൊന്തിച്ച് ആൻസർ കണ്ടുപിടിച്ച് ബൈബിളിൽ നിന്ന് വാക്യം വായിക്കണം. പറഞ്ഞോ, റെഫറൻസ് പറ. റോങ്. ആൻസർ പറഞ്ഞു. ആൻസർ സങ്കീർത്തനം 6:8. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. എല്ലാവരും കൈ ഉയർത്തിയതിന് ശേഷം വാക്യം വായിക്കാൻ പാടുള്ളൂ, ഓളിയിട്ടിട്ട് കാര്യമില്ല. കൈ പൊന്തിച്ചിട്ട് ആൻസർ പറയാ. ആൻസർ മർക്കോസ് 9:4. അടുത്ത ക്വസ്റ്റ്യൻ. പുറപ്പാടിൽ നിന്നാണ്. അനിഷേട്ടൻ. ആൻസർ പുറപ്പാട് 4:1. അടുത്ത ക്വസ്റ്റ്യൻ. റെഫറൻസ് പറഞ്ഞാൽ അടുത്ത വിലാപങ്ങൾ. കൈ പൊന്തിച്ചിട്ട് ആൻസർ പറയാ. പോളുട്ടൻ. ആൻസർ വിലാപങ്ങൾ 2:5. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത ജെയിംസ് യാക്കോബ്. കൈ പൊന്തിച്ചിട്ട് ആൻസർ പറയാ. കൈ പൊന്തിച്ച റെഫറൻസ് ആദ്യം പറയണം. ചേച്ചി. ആൻസർ യാക്കോബ് 5:9. വായിക്കാൻ ആദ്യമല്ല വായിക്കേണ്ട, റെഫറൻസ് ആദ്യം പറയണം. അടുത്ത ക്വസ്റ്റ്യൻ. കൈ പൊന്തിച്ചിട്ട് ആൻസർ പറയാ. ഒലിവിയ. എസ്ര 8:6. അടുത്ത ക്വസ്റ്റ്യൻ. വായിക്കണം. അത് കഴിഞ്ഞിട്ട് ബൈബിളിൽ നിന്ന് എടുത്ത് വാക്യം വായിക്കണം. വാക്യം കൈ പൊന്തിച്ച് റെഫറൻസ് പറഞ്ഞ് വാക്യം വായിക്കണേ. വാക്യം വായിക്ക്.
ആ എഴുന്നേറ്റ് എന്നിട്ട് എടുക്കാൻ പാടില്ല, നേരത്തെ എടുക്കണം. അതിനേച്ച് ബൈബിളിൽ നിന്ന് വാക്യം വായിക്കണം, പറഞ്ഞാൽ മാത്രം പോരാ. ഓക്കെ, അടുത്തത് മീക. വാക്യം എടുത്ത് വായിക്കണം, വെറുതെ റെഫറൻസ് പറഞ്ഞാൽ മാർക്ക് തരില്ല. വായിക്ക്. റെഫറൻസ് പറ. റെഫറൻസ് എടുത്താൽ മാത്രം പോരാ, വാക്യം വായിക്കണം. അനീച്ചി. അടുത്തത് ലാസ്റ്റ് എബിൻ പോള്, അനീഷ്, പോളൂട്ടൻ, ലോവീസ്, അദീന, അനീച്ചി. ഇവർ മാത്രം പറയാം. ലാസ്റ്റത്തെ ചോദ്യമാണ്. യോശു എന്നാണ്. കൈ പൊന്തിച്ച് വാക്യം വായിക്കണം. അദീന 1ാം സ്ഥാനം. നല്ല വീര്യത്തോടും വാശിയോടും കളിച്ച എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ഇതിലിരിക്കുന്ന നന്ദി. വ്യത്യസ്തമായ രീതിയിൽ ബൈബിൾ റെഫറൻസ് പ്രോഗ്രാം അവതരിപ്പിച്ച ജെഫിനെ ദൈവം സഹായിക്കട്ടെ. ഇന്നത്തെ പ്രോഗ്രാമുകളെല്ലാം മനോഹരമായ രീതിയിൽ അവതരിപ്പിക്കാൻ ദൈവം സഹായിച്ചു. അല്പസമയം കടന്നുപോയി എങ്കിലും ദൈവം ഇത്രത്തോളം അനുഗ്രഹമായി പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ ദൈവം എല്ലാവരെയും സഹായിച്ചു. നമ്മളിവിടെ ചെയ്യുന്ന പ്രോഗ്രാമുകൾ എത്ര വലുതാണെങ്കിലും ചെറുതാണെങ്കിലും ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിലേ നമുക്ക് എന്തും ചെയ്യുവാൻ കഴിയുള്ളൂ. ദൈവവചന പ്രകാരം പറയുന്നു, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യുവാൻ കഴിയില്ല. ദൈവം നമ്മോട് കൂടെയുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ കൃപയുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ പല സാഹചര്യങ്ങളിൽ നേരിടുന്ന ഏത് സാഹചര്യങ്ങളിലും നമുക്ക് അതിനെ തരണം ചെയ്യുവാൻ ദൈവം കഴിയും. അതിനായി ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നമ്മുടെ PAPയുടെ പ്രവർത്തനങ്ങളെ ദൈവം ഇനിയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ മീറ്റിംഗ് പ്രാർത്ഥിച്ച ആശീർവാദം പറയുവാനായിട്ട് കർത്തദാസനെ ക്ഷണിക്കുന്നു. ഇന്ന് പ്രോഗ്രാം അവതരിപ്പിച്ച എല്ലാവരും മുന്നോട്ടൊന്ന് പ്രോത്സാഹന സമ്മാനം വാങ്ങണം. ആദ്യമായിട്ട് ഫാമിലി സോങ് പാടിയ തിംതിയേട്ടൻ, അതിന് ഫാമിലിയെ പ്രസംഗിച്ച് തിംതിയേട്ടൻ വന്നാൽ സമ്മാനം മേടിക്കും. നമ്മുടെ ഈ PAPയിലൂടെ നമുക്ക് ലഭിക്കുന്ന ഊർജം ഭയങ്കരമാണ്. അത് മനസ്സിലാക്കാൻ ഇന്നലെ ഒരു അവസരം ഉണ്ടായി. നിങ്ങൾ ശ്രദ്ധിക്കണം. നെടുമ്പാശ്ശേരി സെൻറ്ററിൻ്റെ ഒരു മാസയോഗം ഉണ്ടായിരുന്നു. അത് ഇരിഞ്ഞാലക്കുട സഭയിൽ വെച്ചാണ്. ഇരിഞ്ഞാലക്കുട ഈ സെൻറ്ററിൽ നേരത്തെ ഉണ്ടായിരുന്ന പാസ്റ്റർ TM മാത്യു ക്ഷണിച്ചതനുസരിച്ച് ശുശ്രൂഷയ്ക്ക് പോയതാണ്. എനിക്ക് വഴി വലിയ പരിചയമില്ലാത്തതുകൊണ്ട് നമ്മുടെ ഒരു PAP മെമ്പറെ കൂടെ കൂട്ടി നാവിഗേറ്റർ പോലെ വഴി കൃത്യമായി പറഞ്ഞു തന്ന ആളെന്നെ അവിടെ കൊണ്ടെത്തിച്ചു. ഇനിയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ആ മാസയോഗത്തിൽ ആളെണ്ണം വളരെ കുറവായിരുന്നു. നമ്മുടെ ആ PAP മെമ്പർ ഒരു പാട്ടുമൊക്കെ പാടി മുൻപോട്ട് വന്നൊരു സാക്ഷിയൊക്കെ പറഞ്ഞു, ഒരു ചെറിയ പ്രബോധനം പോലെ. അപ്പോൾ ആൾ ആരാന്നുള്ളതാണ് ഇനി അറിയേണ്ടിയില്ലയോ? ആൾ മറ്റാരുമല്ല, നമ്മുടെ സാജു സീനയുടെ ഇളയ മകൻ ജെഫിനാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. നമ്മുടെ PAPയിലൂടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന ഊർജം, ആർജവം വളരെ വലുതാണ്. ആ പൈതൽ ഒരു പാട്ടുമൊക്കെ പാടി അവൻ മുന്നോട്ട് വന്ന് സാക്ഷിയൊക്കെ പറഞ്ഞപ്പോൾ, അവൻ്റെ ടെസ്റ്റ് മണിയൊക്കെ പറഞ്ഞപ്പോൾ വളരെ സന്തോഷം തോന്നി. നമ്മുടെ കുഞ്ഞുങ്ങളെ ഉത്സാഹിപ്പിക്കുക, അവർ സൺഡേ സ്കൂൾ PAPയിലൂടെയൊക്കെ അവർക്ക് ലഭിക്കുന്നത് അവരുടെ ആത്മീയ വളർച്ചയ്ക്ക് നിദാനമായ വിഷയമാണ്. അതിന് സഭയായി ഒരുക്കപ്പെടുന്ന ഈ നല്ല അവസരങ്ങൾക്കായി സ്തോത്രം. ഇത്രത്തോളം ദൈവം നമ്മെ സഹായിച്ചതുകൊണ്ട് കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്താട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട സഭായോഗ ദൈവം ഞങ്ങൾക്ക് തന്നു. അതിനുശേഷം PAP മീറ്റിംഗായി കൂടുവാൻ, കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ലഭിച്ച അവസരത്തിനായി സ്തോത്രം. നിൻ്റെ അധ്യക്ഷത വഹിപ്പാൻ നിൻ്റെ മകനെ ദൈവം ബലപ്പെടുത്തി. ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ PAP പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കണമേ. ഉത്തരോത്തരം അഭിവൃദ്ധിപ്പെടുവാനിടയാക്കണം.
അങ്ങയുടെ നാമത്തെ മാനിച്ചർപ്പിച്ച സ്തോത്ര കാഴ്ചയ്ക്കായി സ്തോത്രം. ഇത്രത്തോളം അങ്ങയുടെ വലിയ സാന്നിധ്യം ഞങ്ങളോട് കൂടെ ഇരുന്നല്ലോ. PAPക്ക് നേതൃത്വം നൽകുന്ന എല്ലാവരെയും ഞങ്ങൾ ഓർക്കുന്നു. ആമേ. ഞങ്ങളുടെ പുത്രിക സംഘടനകളുടെ പ്രവർത്തനങ്ങളെ അനുഗ്രഹിക്കുകയാണ്. അങ്ങ് വരുവാൻ താമസിച്ചാൽ ഈ ആഴ്ച നടക്കേണ്ട എല്ലാ സഭാ കൂടിവരവുകളിലും അങ്ങയുടെ സാന്നിധ്യം ഉണ്ടാകണം. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന അങ്ങയുടെ ജനത്തെ ഓരോരുത്തരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. പ്രിയ കർത്താവെ, ഓൺലൈനിൽ സംബന്ധിക്കുന്നവരുണ്ട്, അവർക്കായി കൂടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സമാധാനത്തോട് ഞങ്ങൾ പിരിയട്ടെ. കൃപയിൽ ഞങ്ങളെ മറയ്ക്കും, വരവിനായി ഒരുക്കും. യേശു കർത്താവിൻ്റെ നാമത്തിൽ പിതാവേ, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. പിതൃ പരിശുദ്ധാത്മ ഏക ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ കൂട്ടായ്മ കാവലും നാം ഓർത്ത് പ്രാർത്ഥിച്ച സമസ്ത വിഷയങ്ങളോട്, ഭവനങ്ങളിലേക്ക് കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരോട്, ഓൺലൈനിൽ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഏവരോടും പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇന്ന് മുതൽ എന്നേക്കും കർത്താവിൻ്റെ മടങ്ങിവരവരുണ്ടായിരിക്കുമാറാകട്ടെ. ക്രിസ്തുയേശു മൂലം ഈ പകലിൽ നമുക്ക് ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആമേൻ. കർത്താവായ യേശുവേ വരണമേ. ആമേൻ, ആമേൻ.